നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ ആ ഒരു ആപ്പ് മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആ ഒരു ആപ്പിൽ നിന്ന് അവർക്ക് പുറത്തു പോകാനോ അല്ലെങ്കിൽ മറ്റ് ആപ്പുകളോ അല്ലെങ്കിൽ മറ്റു ഫീച്ചറുകളോ ഉപയോഗിക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അതെങ്ങനെ നീ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെങ്ങനെയാണെന്ന്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫീച്ചർ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് അവർ മറ്റു ഏത് പ്ലാറ്റ്ഫോമിലേക്കും പോകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് യൂട്യൂബ് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കുട്ടികൾക്കാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ആരാണോ നിങ്ങളുടെ ഫോൺ ആവശ്യപ്പെടുന്നത് അവരെന്തിനു വേണ്ടിയാണോ ആവശ്യപ്പെടുന്നത് ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു ആപ്പ് മാത്രം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ചെറിയൊരു മാറ്റം ആദ്യം വരുത്തണം. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ പിൻ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പിൻ എന്ന് മാത്രം സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണുന്ന ആപ്പ് പിന്നിങ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ചോദിക്കും. ചില ഫോണുകളിൽ ഇത് രണ്ടാമത്തെ ഇത് ഓഫായിരിക്കും, ഇത് ഓൺ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ഓൺ ചെയ്ത് കൊടുത്താലാണ് അവർക്ക് മറ്റ് ആപ്പുകളിലേക്ക് പോകാതിരിക്കാൻ സാധിക്കുക. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ യൂട്യൂബാണ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ വാട്സപ്പാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. എനിക്ക് യൂട്യൂബ് മാത്രമാണ് ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ ചെയ്യുന്നത് ആദ്യം ഇതുപോലെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. നമ്മുടെ ഈ മധ്യഭാഗത്തുള്ള മെനു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് മിനിമൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ റീസൺ ടാബ് ക്ലിക്ക് ചെയ്യുക. റീസൺ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ റീസൺ ടാബിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റീസൺ ടാബിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്പാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ യൂട്യൂബാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ യൂട്യൂബ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം റീസൺ ടാബ് ഓപ്പൺ ചെയ്യുക. ഇവിടെ യൂട്യൂബ് കാണാൻ സാധിക്കും. ഈ യൂട്യൂബിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം പിൻ എന്നുള്ള ഓപ്ഷൻ. നമ്മൾ ഈ ഒരു പിൻ എന്നുള്ള ഓപ്ഷൻ നേരത്തെ കണ്ടില്ലായിരുന്നു. നമ്മുടെ സെറ്റിങ്സിൽ ആ ഒരു ബട്ടൺ എനേബിൾ ചെയ്തപ്പോഴാണ് ഈ ഒരു പിൻ എന്നുള്ള ഓപ്ഷൻ വന്നത്. ജസ്റ്റ് പിൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ട്യൂട്ടോറിയൽ പറയും. കാരണം നിങ്ങളുടെ പിൻ ചെയ്ത ഈ ഒരു യൂട്യൂബ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് ഒരാൾക്ക് യൂട്യൂബ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ 2 സൈഡിലുള്ള 2 ബട്ടൻ്റെ ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കും. താഴെ 2 ചിഹ്നം ഇവിടെ രണ്ടും ഇവിടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ സമയം നിങ്ങളുടെ ഈ ഇടത് ഭാഗത്തുള്ള ബട്ടണും വലത് ഭാഗത്തുള്ള ബട്ടണും ഒരേ സമയം പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് പിന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ യൂട്യൂബ് ഞാൻ ഓപ്പൺ ചെയ്യാം. യൂട്യൂബിനകത്ത് നിന്ന് എനിക്ക് പുറത്ത് പോകാൻ സാധിക്കില്ല. ഞാൻ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങളുടെ യൂട്യൂബിൽ നിന്ന് പുറത്ത് പോകാൻ സാധിക്കില്ല എന്ന്. അപ്പം ഞാൻ മധ്യഭാഗത്ത് ഈ ഒരു മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് പുറത്ത് പോകാൻ സാധിക്കുന്നില്ല. ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്താലും യൂട്യൂബിൽ നിന്ന് പുറത്ത് പോകാൻ സാധിക്കില്ല. പക്ഷേ യൂട്യൂബ് നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും യൂട്യൂബ് ചോദിച്ചാൽ ഇതുപോലെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി ഇതിൽ നിന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാക്ക് ചെയ്യുന്ന ബട്ടണും അതുപോലെ തന്നെ നമ്മുടെ റീസൺ ടാബ് ക്ലിക്ക് ചെയ്യുന്ന അവസാനത്തെ റൈറ്റ് ബട്ടണും ഒരേ സമയം ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. 2 വിരലുകൊണ്ട് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഒരേ സമയം പ്രസ് ചെയ്തു അൺലോക്കായി. എനിക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൽ നിന്ന് പുറത്ത് പോകാൻ സാധിക്കുകയും ചെയ്യും. ഇനി ഇൻസ്റ്റഗ്രാം ആണെങ്കിലും അങ്ങനെ തന്നെ. ആദ്യം നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്ത ശേഷം ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റീസൺ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് കാണും മുകളിൽ. ഈ മുകളിൽ കാണുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇൻസ്റ്റഗ്രാം മാത്രമായിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആപ്പുകൾ സെറ്റ് ചെയ്ത് അവർക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ചില ഫോണിൽ നിന്ന് അൺലോക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്ക്രീൻ ലോക്ക് ചോദിച്ചാൽ സ്ക്രീൻ ലോക്ക് എന്താണെങ്കിലും അത് കൊടുത്താൽ മതി. കാരണം അത് ചില ഫോണുകൾ കൂടുതൽ സെക്യൂരിറ്റി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലോക്ക് നമ്മൾ അൺലോക്ക് ചെയ്താൽ നമുക്ക് നേരെ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ആപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.